ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ബഹുമാനിരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം ചൊല്ലുകയും ചെയ്യുകയാണ്. ദൈവകൃപയാൽ ഈ വർഷാവസാന ദിവസം ഉപവാസ പ്രാർത്ഥനയുടെയും പര്യവസാന വേളയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഹൃദ്യവും വ്യക്തവുമായി നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തോടും നമ്മളോടും ഇടപെടുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗം തന്ന അവസരത്തിന് പിന്നെയും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിവസത്തെ ദൈവാലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിരന്തരമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവം തനിക്കുള്ളവരെ സന്ദർശിച്ച്, തനിക്ക് പ്രിയമുള്ളവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും, അവർക്ക് രൂപാന്തരം വരുത്തും. ഇത് ആവർത്തിച്ച് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 18 ദിവസമായി പരിശുദ്ധാത്മാവ് ഈ ദൂതിൻ്റെ അകവും പുറവും ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് കേവലം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മോട്ടിവേഷൻ, രാവിലെ ഒരു ഉന്മേഷത്തിന് വേണ്ടി മാത്രം പറയുന്ന ഒരു സന്ദേശമല്ല. ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയുണ്ട്. ഇതിനകത്ത് ആളുകളെ മാറ്റിയെടുപ്പാൻ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുണ്ട്. കേട്ട് ഒരു ഉന്മേഷം പ്രാപിച്ച് മാത്രം ഇത് ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഇത് ദൂതായി, ദൈവത്തിൻ്റെ ആലോചനയായി, കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ടാകാൻ പോകുന്ന വലിയ ദൈവപ്രവൃത്തിയുടെ തുടക്കമായി ഹൃദയത്തിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് ഇതിലെ വാക്യങ്ങൾ ബൈബിളിൽ കണ്ടുപിടിച്ച് അടിവരയിട്ട് അതിന് മുമ്പിൽ ദൈവത്തിന് നന്ദി കരേറ്റി ദൈവം മുമ്പാകെ മുട്ടുകുത്തി ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ വചനങ്ങൾ ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല, സംശയിക്കേണ്ട. ദൈവം അത് ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുക. ഇന്നലെ സെക്കറിയാ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു: സൈന്യങ്ങളുടെ യഹോവയായ ദൈവം യഹൂദാഗ്രഹമാകുന്ന തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കും. ദൈവം ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് പടക്കുതിരയാക്കി മാറ്റും. ദൈവത്തിൻ്റെ ഒരു സന്ദർശനത്തിന് ഭയങ്കര ഉദ്ദേശമുണ്ട്. ദൈവം ഒന്ന് വീട്ടിലൂടെ കയറി ഇറങ്ങിപ്പോയാൽ ആളുകൾക്ക് മാറ്റം വരും. ഒരു യോഗത്തിൻ്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വന്നാൽ ഇരിക്കുന്ന ജനത്തിന് മാറ്റം വരും. ഒരു കുടുംബ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ സർവശക്തൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മാറ്റം വരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. ഒറ്റപ്പെട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയാനെ സന്ദർശിക്കാൻ ദൈവം മടിക്കുകയില്ല. യോഹന്നാൻ്റെ പത്മോസ് മറക്കരുത്. ഏലിയാവിൻ്റെ ബേർഷെബ ഗുഹയിലെ നിരാശപ്പെട്ട കിടപ്പ് മറക്കരുത്. ഒറ്റയാനെ സന്ദർശിക്കും ദൈവം. അവർക്ക് രൂപാന്തരം വരും, അവർക്ക് നിയോഗം കിട്ടും. അവരെ ദൈവമായ കർത്താവ് വിവിധ തരത്തിൽ ഉപയോഗിക്കും. ദൈവം സന്ദർശിച്ചവർക്കെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. കുളക്കരയിൽ കിടന്നവനെ സന്ദർശിച്ചു, മാറ്റം വന്നു. ഇന്ന് ദൈവമായ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്ന, മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ഈ അവസാന ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ ദൈവാത്മാവെന്നെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം മാറ്റിയില്ലെങ്കിൽ പിന്നെ ആരാ മാറ്റുന്നേ? രൂപാന്തരം വരും, മാറ്റം വരും. കെട്ടിലും മട്ടിലും, സന്തോഷത്തിലും സമാധാനത്തിലും, ജീവിതചര്യകളിലും, ഇടപെടലുകളിലും, ബന്ധങ്ങളിലും എല്ലാം മാറ്റം വരുത്തുവാൻ ഇതുപോലെ പര്യാപ്തമായൊരു മാധ്യമം, പ്രാർത്ഥന പോലെ, ഉപവാസം പോലെ മറ്റൊന്നില്ല. ഉപവസിക്കുമ്പോൾ ജനത്തിന് മാറ്റം വരും, സാഹചര്യത്തിനും സാധ്യതകൾക്കും മാറ്റം വരും. ദൈവാത്മാവ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മപ്രേരിതനായി യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ച്, വളരെ പരിചിതമായിരിക്കുന്ന വാക്യം വായിച്ച് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. 18-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു.
അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കും. ആ ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട്. ഓക്കെ, ആ ഭാഗം കണ്ടിന്യൂ ചെയ്യാം. നിൽക്കേ, ഞാൻ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം പറയാം. ഞാൻ വായിച്ച് നിർത്തിയത് കണ്ടു. ഒരു രാജ്യത്തെക്കുറിച്ചോ ഒരു ജാതിയെക്കുറിച്ചോ ഞാൻ അവരെ ഇടിച്ച് പൊളിച്ച് നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞു എന്നിരിക്കട്ടെ, ദൈവം വിധിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ വിധിച്ചാലും ഈ ജാതി മാനസാന്തരപ്പെട്ടാൽ, ഇവർ പ്രാർത്ഥിച്ചാൽ, ഇവർ മനം തിരിഞ്ഞാൽ, ഇവർ ദൈവത്തെ അപ്പാന്ന് വിളിച്ചാൽ, ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നാൽ, ഇവർ മനസ്സു മാറിയാൽ, ദൈവം പറയുന്നു, ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങൾ, അവിടെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കൽപ്പനകൾ, അതെല്ലാം ദൈവം പിൻവലിക്കും. ദൈവം അതിനെ മാറ്റം വരുത്തും എന്നതാണ് 18-ാം അധ്യായത്തിൽ ജനത്തോട് പറയാൻ ദൈവം ഉദ്ദേശിച്ച ദൂത്, യിരെമ്യാവിനെ ഏൽപ്പിച്ച ദൂത്. അപ്പോൾ നിങ്ങൾ നോക്കി, അതിൽ നിന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ദൂതനകത്തേക്ക് കിടക്കാം. ദൈവം ഒരു പിടിവാശിക്കാരനല്ല. സ്തോത്രം. ഒരിക്കൽ പറഞ്ഞു, ഇനി ഒരിക്കലും മാറ്റില്ല, അങ്ങനെയാണ് വിധി എന്ന് പറഞ്ഞ് ഒരു കോംപ്രമൈസിന് തയ്യാറാകാത്ത ഒരു കഠിന ഹൃദയനല്ല ദൈവം. പിന്നെയോ, നമുക്കൊരു മാറ്റം വന്നാൽ, നമ്മളൊന്ന് അനുദപിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ചില സ്റ്റെപ്പുകൾ വെച്ചാൽ, നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല വിഷയം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ, ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ ദൈവഹിതമില്ലാത്തതുണ്ടെങ്കിൽ, കൽപ്പനാ ലംഘനമുണ്ടെങ്കിൽ, ദൈവത്തെ കോപിപ്പിക്കുന്ന കാര്യമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നമ്മളിങ്ങനെ നടക്കുക, ഇത്രയൊക്കെ മതിയെന്നോർത്ത് കാര്യം നടക്കണം. പക്ഷെ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തേക്ക് മാറാൻ നമ്മൾ തയ്യാറല്ല. അപ്പുറത്തേക്ക് മാറുക എന്ന് ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക്. നമ്മൾ ആ ഒരു നിലവാരത്തിനകത്ത് തന്നെ എല്ലാം നമുക്ക് വേണമെന്നുള്ള നിലവാരത്തിൽ. അപ്പോൾ പ്രാർത്ഥനയുണ്ട്, കണ്ണുനീരുണ്ട്, പക്ഷെ രൂപാന്തരങ്ങൾ വരുന്നില്ല, ആളുകൾക്ക് മാറ്റം വരുന്നില്ല, അനുതപിക്കുന്നില്ല, ഏറ്റുപറയുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. കടന്നു പോകുന്ന മേഖലകളിൽ എവിടെയെങ്കിലും കുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ണടച്ചിരുട്ടാക്കുക. അതിനെക്കുറിച്ചൊരു കുറ്റബോധമില്ല, പാപബോധമില്ല. പക്ഷേ പെട്ടുകിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യും. അതല്ല വേണ്ടത്. പ്രാർത്ഥനയ്ക്കൊരു തുടക്കമാണ്. പക്ഷെ ഉള്ളറകളിലെ മാറ്റം, ഇന്നലകളിലേക്ക് നോക്കിയിട്ട് പോകുന്ന വഴിക്ക് ദൈവത്തെ മറന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ, ആ സ്ഥിതിക്ക് ഒരു അനുതാപവും ഏറ്റുപറച്ചിലും ഉണ്ടെങ്കിൽ, ദൈവം വരുത്തുമെന്ന് പറഞ്ഞ, സംഭവിക്കുമെന്ന് പറഞ്ഞ വിഷയത്തിന് പരിഹാരം വരുത്തുമെന്നാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി പിശാച് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രവചിച്ചു, സാത്താൻ നോക്കി വെച്ചിട്ടുണ്ട്, വലിയ പോരാട്ടം വരുന്നുണ്ട്, അത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അത് രണ്ടാമത്തെയോ അതിൻ്റെ താഴെയുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നിന്നോട് ചെയ്യാൻ പോകുമെന്ന് പറയുന്നതല്ലേ. ഇത് ദൈവം ഇവിടെ പറഞ്ഞ എന്താ? ഞാൻ പൊളിക്കുമെന്നും ഇടിക്കുമെന്നും തകർക്കുമെന്നും പറഞ്ഞല്ലേ. ഇടിച്ച് നശിപ്പിച്ച് കളയും. അങ്ങനെയല്ലേ? പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയും. നിൻ്റെ കുടുംബത്തെ പറിച്ചു കളയും, നിൻ്റെ ജീവിതത്തെ ഇടിച്ചു കളയും, നശിപ്പിച്ചു കളയുമെന്ന് പിശാചല്ല, മനുഷ്യനല്ല, വെല്ലുവിളിക്കുന്നവനല്ല, ദൈവം പറഞ്ഞു. അതിനേക്കാൾ വലിയ ശക്തിയില്ലല്ലോ, അതിനേക്കാൾ വലിയ ആളില്ലല്ലോ. ഒരു കുടുംബത്തെ നോക്കി സാത്താനല്ല, ദുഷ്ടശക്തിയല്ല, അന്ധകാര വ്യാപാരമല്ല, കാശോ കഴിവുള്ളൊരു മനുഷ്യനല്ല, നിൻ്റെ ചേടത്തിയോ അനിയത്തിയോ അമ്മായിയോ മാവിയോ ആരുമല്ല. അവരൊക്കെ പറഞ്ഞേക്കാം, നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ലടി, നിന്നെ കാണിച്ചു തരാടാ, നീ 90 മുറ്റത്തിലടാ, നിന്നെ സന്തോഷിപ്പിക്കത്തില്ലടാ, നിന്നെ സുഖിപ്പിക്കത്തില്ലടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളങ്ങ് വിറച്ചു, നമ്മളങ്ങ് ചേമ്പുന്താൾ പോലെയായി. അവരല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ ഞങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ലെന്ന്. അവളെന്തോ ചെയ്തിട്ടുണ്ട്? ഞാൻ പറയട്ടെ, ഇവള് പറഞ്ഞതിനേക്കാൾ, സാത്താൻ പറഞ്ഞതിനേക്കാൾ മുകളിലല്ലേ ദൈവം പറഞ്ഞത്. ദൈവം നിന്നെ പറിച്ചു കളയും, നിന്നെ ഇടിച്ചു കളയും, നിന്നെ നശിപ്പിച്ചു കളയുന്നു ദൈവം പറഞ്ഞിട്ട്. ദൈവത്തേക്കാൾ വല്ല പുള്ളിയില്ലല്ലോ. ദൈവം പറഞ്ഞിട്ട് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് മുട്ടുകുത്തി, എൻ്റെ അപ്പാ എന്നോട് ക്ഷമിക്കണേ, അങ്ങനെയൊന്നും സംഭവിക്കല്ലേ, ദൈവമേ നിൻ്റെ കുടുംബത്തോട് പൊറുക്കണേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കണേ, എൻ്റെ പ്രായം ഓർക്കണേ അപ്പാ എന്ന് ദൈവത്തോട് പറയുമ്പോൾ, പറിക്കുമെന്ന് ഇടിക്കുമെന്ന് നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം മാറ്റുന്നവനല്ല, മാറത്തില്ല. സ്തോത്രം. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, അതാണ് ദൈവം. പക്ഷെ ആ ദൈവം ഒരു കാര്യം പറയാം, നിൻ്റെ
കുടുംബത്തെ നോക്കി, ഒരു ജാതിയെ നോക്കി, മനുഷ്യനെ നോക്കി, സ്തോത്രം, മക്കളെ നോക്കി, നിങ്ങളെ നോക്കി പറയുക, ഇത് ഞാൻ പൊളിക്കും, ഇത് ഞാൻ നശിപ്പിക്കും, ഇത് ഞാൻ സ്തോത്രം പറിച്ചു കളയും എന്ന് ദൈവം പറഞ്ഞാൽ, നമുക്കൊരു മാറ്റം വന്നാൽ ദൈവം പറയുകയാണ്, ഞാനത് ചെയ്യില്ല. കടുംപിടുത്തക്കാരനല്ല ദൈവം. ഇത്ര നല്ല ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കടുംപിടുത്തക്കാരനല്ല. ഞാൻ പറഞ്ഞു പോയി, ഇനി മാറ്റാൻ പറ്റത്തില്ല. പണ്ട് രാജാക്കന്മാരുടെ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനെ സിംഹക്കുഴിയിലിടാൻ വേണ്ടി തീരുമാനിച്ചു. ആ രാജ്യം ഭരിക്കുന്ന സാമ്രാട്ട് സൂര്യൻ അസ്തമിക്കുന്നവരെയും പ്ലാൻ ചെയ്തു, ആഗ്രഹിച്ചു ഈ തീരുമാനം ഒന്ന് മാറ്റാൻ, ഈ നിയമം ഒന്ന് മാറ്റാൻ. അവിടെ അവരത് മാറ്റാൻ സമ്മതിച്ചില്ല. രാജകീയ നിയമം എഴുതിയതാ, മാറ്റാൻ പറ്റില്ല. പക്ഷെ ദൈവം അങ്ങനല്ല. എഴുതിയത്, കൽപ്പിച്ചത്, ഉടയ്ക്കുമെന്ന് പറഞ്ഞത്, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്, നശിപ്പിക്കുമെന്ന് പറഞ്ഞത്, പറിച്ചാൻ എറിയുമെന്ന് പറഞ്ഞത്, കണ്ണുനീരോടെ ചെന്ന അപ്പാ അങ്ങനെ സംഭവിക്കരുതെന്ന് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് സംഭവിപ്പിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനേക്കാൾ വലിയൊരാളില്ല കുഞ്ഞെ, നിങ്ങൾ വിശ്വസിക്കുക. നാട്ടുകാർ വെല്ലുവിളിച്ചതല്ല, സാത്താൻ നിന്നെ ജീവിപ്പിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ കൊണ്ട് അങ്ങനെ തീറ്റിക്കത്തില്ല, നിന്നെ സന്തോഷിപ്പിക്കത്തില്ല, നിൻ്റെ കൂടെ നിൻ്റെ പ്രിയപ്പെട്ടവരെ നിർത്തത്തില്ല, നിൻ്റെ മക്കളെ അതിൽ നിന്ന് 10 രൂപ നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല, നിൻ്റെ കുടുംബജീവിതത്തിൽ നീ സന്തോഷം അനുഭവിക്കത്തില്ലെന്ന് പിശാചും അന്ധകാര ശക്തിയെ കൂട്ടുപിടിച്ച ദുഷ്ടശക്തികളും അല്ല. അവർ പറഞ്ഞത് അതിൻ്റെ താഴെയാണ്. ദൈവം പറഞ്ഞാൽ പോലും ദൈവം മാറ്റും. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവം തമ്പുരാൻ പറയുക, നീ ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ കഷായം കുടിപ്പിക്കും എന്ന് ദൈവം പറഞ്ഞാൽ, നമ്മൾ അനുദപിച്ചാൽ ദൈവം പറയും, ഇല്ലാട്ടോ, ഞാൻ അന്ന് പറഞ്ഞെങ്കിലും നീ അനുദപിച്ചതുകൊണ്ട് കണ്ടോ സ്തോത്രം. ഞാൻ ഈ പുസ്തകത്തിൽ കണ്ട എന്നെ ആശ്ചര്യപ്പെടുത്തൊരു കാര്യമുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്തെ ഏറ്റവും നീചനായ, ദൈവത്തെ ഇത്ര വെറുപ്പിച്ച ഒരു രാജാവുണ്ടെങ്കിൽ അത് ആഹാബാണ്. ആഹാബിനെതിരെ ദൈവം ഭയങ്കരമായിട്ട് സംഭവങ്ങളൊക്കെ നീക്കി. അപ്പോൾ ആഹാബ് ഒരു വട്ടം അങ്ങ് അനുദപിച്ചു. അപ്പോൾ ദൈവം പ്രവാചകനെ വിളിച്ച് പറയുക, കേട്ടോ അവൻ അനുദപിച്ച കേട്ടോ. അതുകൊണ്ട് സ്തോത്രം, അവൻ അനുദപിച്ചതുകൊണ്ട് അവന് വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധി ആഹാബായിട്ട് പോലും അനുദപിച്ചപ്പോൾ ദൈവം മാറ്റി പറഞ്ഞു, സംഭവിക്കത്തില്ല, അവനെ വെട്ടിക്കളയണ്ട, നിൽക്കട്ടെ, കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പേടിക്കാതിരിക്കാൻ പറയുക, ദൈവം പറഞ്ഞ കാര്യം പോലും ദൈവമായ കർത്താവ് നമ്മുടെ ഭാഗത്ത് ഈ പ്രാർത്ഥന കൊണ്ടൊരു മാറ്റം വന്ന് ചട്ടക്കൂടും വട്ടക്കൂടും അത് വിട്ടിട്ട് നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അനുതാപത്തോടും കരുണയോടും ദൈവം പറയുന്ന കേൾക്കാൻ വേണ്ടി നമ്മളെ തന്നെ സറണ്ടർ ചെയ്താൽ, കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി ദൈവത്തെ ഓട്ടോറിക്ഷ വിളിക്കുന്നത് പോലെ, ടാക്സി വിളിക്കുന്നത് പോലെ, സ്തോത്രം, ഇവിടെ നിന്ന് അവിടെ വരെ പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു വാഹനമായി ദൈവത്തെ കാണരുത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കാൻ തയ്യാറായാൽ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങൾ മാറിപ്പോകുമെന്ന ഈ 18-ാം അധ്യായത്തിലെ ദൂത് ഞാൻ പറയാൻ വന്നത് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മൾ വായിച്ച 3-4 വാക്യങ്ങളെ പ്രധാനപ്പെട്ടത് കേട്ടോ. അവിടെ കുശവൻ ചക്രത്തുമേ വേല ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കുശവൻ്റെ കയ്യിൽ മെനഞ്ഞു വന്ന പാത്രം ചീത്തയായിപ്പോയി. അറിയാവുന്ന സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ദൈവം എന്ത് ചെയ്തു? കുശവൻ എന്ത് ചെയ്തു? ആ ചീത്തയായിപ്പോയ പാത്രത്തെ തനിക്കിഷ്ടമുള്ള മറ്റൊരു പാത്രമാക്കി തീർത്തു. ഞാൻ വീണ്ടും പറയുന്നു, ദൈവം ആളുകളെ മാറ്റുന്ന ദൈവമാണ്. ചീത്തയായിപ്പോയ ആരെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടോ? വീട്ടിൽ നിങ്ങൾക്ക് തോന്നുന്നോ, ദൈവമേ ചീത്തയായിപ്പോയി എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ കുഞ്ഞ്, എൻ്റെ ദൈവമേ അദ്ദേഹം മദ്യപിച്ചും വേണ്ടാത്ത കാര്യങ്ങൾ കൂടെയും ഈ മൊബൈൽ ചാറ്റിങ്ങിലൂടെയും ഇനി അതിനേക്കാൾ താത്തി ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞുങ്ങളറിഞ്ഞാൽ നാണക്കേടുണ്ടാകുന്ന, വീട്ടുകാരറിഞ്ഞാൽ തല കുനിക്കുന്ന ചീത്തയായിപ്പോയി എന്നൊരു തോന്നലുണ്ടോ? ചീത്തയായിപ്പോയതിനെ എൻ്റെ ദൈവം മാന്യമാക്കി മാറ്റാൻ കഴിയും. അതാണ് 18-ാം അധ്യായത്തിലെ രൂപാന്തരത്തിൻ്റെ കഥ. ആടിനെ കുതിരയാക്കുന്നത് പോലെ തന്നെ ചീത്തയായനെ മനോഹര വസ്തുവാക്കാൻ, ആളുകൾക്ക് പ്രയോജനമുള്ള വസ്തുവാക്കാൻ, മക്കൾക്കപ്പനാക്കാൻ, മക്കൾക്കമ്മയാക്കാൻ, നഷ്ടപ്പെട്ട് വ്യവസ്ഥ തെറ്റിച്ച് കൽപ്പന ലംഘിച്ച് ഉള്ളിൽ തീ വാരിയിട്ട് ചീത്തയായിപ്പോയ, അങ്ങനെ ദൈവാത്മാവ് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നു, ചീത്തയായിപ്പോയ പലതിനെയും നന്മയാക്കി മാറ്റുന്ന ദൈവമാണ്. കളയുന്ന ദൈവമല്ല, കലികേറി ചവിട്ടിക്കൂട്ടി തെങ്ങിൻ ചോട്ടിക്കൊണ്ടിടുന്ന ദൈവമല്ല. ചീത്തയായി പോകാം മക്കളെ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ ദൂത് പറയുന്നു, ചീത്തയായി പോകാം.
രോഗം നിന്നെ ചീത്തയാക്കി കാണും, സാമ്പത്തിക ഞെരുക്കം നിന്നെ ചീത്തയാക്കി കാണും, പഴയ സ്നേഹം കുറച്ച് കാണും, വിഷയങ്ങൾ ചീത്തയാക്കി കാണും, നമുക്ക് പ്രഷർ കയറിയപ്പോൾ നമ്മൾ അറിയാതെ ചീത്തയായി പോയി കാണും, പിന്നെ അനുദപിച്ച് കാണും, അയ്യോ വേണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ചീത്തയായി പോയതിനെ നല്ലതാക്കി മാറ്റാൻ ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ദൈവം വാക്കുമാറുമോ? അനുദപിക്കുമോ? ദൈവം എഴുതിയിരിക്കുന്നു, ഞാൻ അനുദപിക്കാം, ഞാൻ വിട്ടുവീഴ്ച കാണിക്കാം, ചീത്തയായി പോയെങ്കിൽ ഞാൻ നന്മയും രൂപാന്തരവും വരുത്താം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയിട്ടാ? എനിക്കൊരു മാറ്റം വരണമപ്പ, ഞാൻ പറഞ്ഞതനുസരിക്കാം. അങ്ങയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ ചീത്തയായിപ്പോയി, അങ്ങയുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ആ ചീത്തയായനെ നന്മയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കൃപ, ആ രൂപാന്തരം ദൈവം സന്ദർശിക്കുക. നിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വരിക. ചീത്തയായിപ്പോയ മോനോ മോളോ അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ ആരും ആകട്ടെ, ചീത്തയായിപ്പോയ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണോ നീ കിടക്കുന്നത്? മോള് ചീത്തയായിപ്പോയോ? ഏറ്റവും സ്നേഹിച്ച് നിന്നെ കരുതി നെഞ്ചോട് ചേർത്ത് നിൽക്കേണ്ടവർ ചീത്തയായിപ്പോയോ? ഇപ്പം ആ കരുതലൊന്നും കിട്ടുന്നില്ലേ? ദൈവം പറയുന്നു, ചീത്തയായിപ്പോയവനെ, ചീത്തയായിപ്പോയവളെ, ചീത്തയായിപ്പോയ മക്കളെ, ഈ കൈകൾ മെനയും കേട്ടോ, ഈ കൈകൾ മെനയും. 31-ാം തീയതി ആകാൻ പോവാ. അടുത്ത വർഷം ചീത്തയായിപ്പോയ ചിലതിനെയും കൂടി ആക്രി പിറക്കിക്കൊണ്ട് പോകുന്ന പോലെ 2021 കയറരുത്. ഈ ദിവസങ്ങൾ മുടിനീള പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക. ഈ ലാസ്റ്റ് 3 ദിവസം ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ ലീവ് എടുക്ക്, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്ക്. ചീത്തയായിപ്പോയതിനെ എൻ്റെ ദൈവമേ, ഈ പ്രാർത്ഥന തീരുന്നതിനൊക്കെ രൂപാന്തരപ്പെടുത്തണേ. 2021 എൻ്റെ പ്രിയപ്പെട്ടവൻ ചീത്തയായി എൻ്റെ കൂടെ കയറി വരരുത്. 21 എൻ്റെ മക്കൾ നല്ലതായി കയറി വരണം. ദൈവം അത് ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇതുപോലെ രൂപാന്തരപ്പെടുത്താൻ, ഇതുപോലെ മാറ്റം വരുത്താൻ, ഇതുപോലെ മാറ്റിപ്പണിയാൻ, ഇതുപോലെ മറ്റൊന്നാക്കി മാറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെ ഞങ്ങൾക്കിനി കിട്ടില്ല. ദൈവം ഇല്ല വേറെ. ഈ ദൈവം ഞങ്ങളുടെ ദൈവം, ഈ ദൈവം കരുണാമയൻ, ഈ ദൈവം നീതിമാൻ, ഈ ദൈവം വിശ്വസ്തൻ. അങ്ങയുടെ ബലമുള്ള കരത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. അനേക വീടുകളിൽ ചീത്തയായിപ്പോയ പാത്രങ്ങൾ കിടക്കുന്നപ്പാ, വ്യക്തികൾ കിടക്കുന്നപ്പാ, അപ്പാ, ബന്ധം മുറിഞ്ഞ് സ്നേഹം തകർന്ന് ദൈവമേ 2 മുറി താമസിച്ച് വീട്ടിൽ കയറാതെ കറങ്ങി നടക്കുന്നു. പണം പോയതുകൊണ്ട്, ജീവിതം പോയതുകൊണ്ട് ചീത്തയായി പോയവർ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ രൂപാന്തരം നടക്കട്ടെ. ചീത്തയായി പോയ പാത്രങ്ങളെ പണിയട്ടെ. അങ്ങയുടെ കയ്യിൽ രൂപാന്തരപ്പെട്ട് അവതരിപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. അങ്ങെപ്പോലൊരു ദൈവമില്ല, അങ്ങല്ലാതൊരു ദൈവമില്ല, അങ്ങെപ്പോ